കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ ഓർമ്മയിൽ വിതുമ്പി അധ്യാപകരും രക്ഷിതാക്കളും. സ്കൂളിൽ നടന്ന അനുസ്മരണ യോഗം സങ്കടക്കടലായി മാറുകയായിരുന്നു. ഈ വർഷമായിരുന്നു മിഥുൻ സ്കൂളിലേക്ക് അവിടെ എത്തിയത്. തേവലക്കര സ്കൂളിൽ പഠിക്കാൻ എത്തിയത്. രാവിലെ 6:30 പിതാവിനൊപ്പം ട്യൂഷന് പോയി. തുടർന്ന് സ്വകാര്യ ബസ്സിലാണ് മിഥുൻ സ്കൂളിൽ എത്തുമായിരുന്നത്. 9:30 കുട്ടികൾക്കൊപ്പം ചെറിയൊരു കളിയെല്ലാം കളിച്ചാണ് എല്ലാ ദിവസവും അധ്യയനം ആരംഭിച്ചത്. അതിനിടയിലാണ് മിഥുന് ജീവൻ നഷ്ടമായത്. ശ്രീരാജ് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീരാജ്, വല്ലാത്തൊരു കാഴ്ചയായിരിക്കും അല്ലേ അവിടെ? തീർച്ചയായും പിന്നിൽ അങ്ങനെ തന്നെയാണ്. മിഥുൻ കേവലം 1.5 മാസം പിന്നിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്കൂളിൽ എത്തിയിട്ട്, സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയായി കേവലം ഈ ചുരുങ്ങിയ നാളുകൾക്കിടയിൽ മിഥുൻ മാറി എന്നതാണ് അവിടെ എത്തിയ അനുസ്മരണ യോഗത്തിലെത്തിയ ഓരോ ആളുകളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അധ്യാപകർക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആ അധ്യാപകരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും സ്കൂൾ മാനേജ്മെൻറ്റും അവിടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നില്ല, കാരണം സ്കൂൾ അവധിയായിരുന്നു. മിഥുൻ്റെ മരണത്തെ തുടർന്ന് താൽക്കാലികമായി സ്കൂൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തില്ല. പകരം ഈ അധ്യാപകരും മാനേജ്മെൻറ്റ് പ്രതിനിധികളുമായിരുന്നു ആ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അധ്യാപകർ എത്രത്തോളം ദുഃഖത്തിലാണ് ആ യോഗത്തിൽ പങ്കെടുത്തതെന്നും അനുസ്മരണ യോഗത്തിൽ ആ യോഗം പൂർത്തിയാക്കിയത് എന്നുമുള്ള കാര്യം. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി, ചെറിയ നാളുകൾക്കിടയിൽ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയായി മാറിയ മിഥുന് ആ സ്കൂൾ വിട നൽകുകയാണ്. അതിനെ തുടർന്നുള്ള അനുസ്മരണ യോഗത്തിലും ഇത്തരത്തിൽ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. ബിനിൽ. ഓക്കെ, ശരി ശ്രീരാജ്. കേരളത്തിന്റെ ആകെ ദുഃഖമായി മാറിയിരുന്നു മിഥുൻ എന്ന് പറയുന്ന ചെറിയ കുട്ടി. ഇപ്പോൾ മിഥുന്റെ അനുസ്മരണ യോഗമാണ് തേവലക്കര സ്കൂളിൽ പൂർത്തിയായിരിക്കുന്നത്. കണ്ണീരോടെയാണ് അവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തത്. ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്. മകനാണ്, 3 വയസ്സുകാരനാണ്. സമാധാനിപ്പിച്ച് ഇവിടെ കുഴപ്പമില്ല, വൈകിട്ട് വരുമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഈ നാട് വിട്ട് ഒരു അമ്മ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വീട്ടിലെ നിത്യശാന്തി